പുറമെ നിന്ന് നോക്കുമ്പോൾ ഇതൊരു സ്വർഗമാണ്. പച്ചപ്പ് നിറഞ്ഞ തെങ്ങിൻ തോപ്പുകൾ, അധ്വാനിക്കുന്ന മനുഷ്യർ, ഇന്ത്യയുടെ ഭൂപടത്തിൽ പ്രകൃതി കനിഞ്ഞനുഗ്രഹിച്ച ഒരിടം. പക്ഷേ ഈ പച്ചപ്പിനുള്ളിൽ മരണത്തിന്റെ തണുത്ത കൈകൾ പതിയിരിപ്പുണ്ടെന്ന് ആരും വിശ്വസിക്കില്ല. ഭംഗിയുള്ള ഈ വീടുകൾക്കുള്ളിൽ ഓരോ വാതിലിനു പിന്നിലും മുഴങ്ങുന്നത് നിലയ്ക്കാത്ത നിലവിളികളാണ്. ലോകത്ത് ഏറ്റവും അധികം ഗുരുതര വൃക്കരോഗികളുള്ള മൂന്നാമത്തെ സ്ഥലം അത് മറ്റെവിടെയുമല്ല, നമ്മുടെ ഇന്ത്യയിലാണ്. ആന്ധ്രാപ്രദേശിലെ ശ്രീകാകുളം ജില്ലയിലെ ഉദ്ദാനം എന്ന ഗ്രാമപ്രദേശം. ഈ ഗ്രാമത്തെ ചുറ്റിപ്പറ്റിയുള്ളത് യാഥാർത്ഥ്യത്തിന്റെ ഞെട്ടിക്കുന്ന കണക്കുകളാണ്. ശ്രീലങ്കയ്ക്കും നിക്കരാഗയ്ക്കും ശേഷം ലോകത്ത് ഏറ്റവും അധികം കാരണമില്ലാത്ത വൃക്കരോഗം റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന മൂന്നാമത്തെ ഇടമാണിത്. ഇവിടെ മരണത്തിന് വയസ്സില്ല. 20കാരൻ മുതൽ 70കാരൻ വരെ ഒരേ കിടക്കയിൽ ഒരേ വിധിയുമായി കിടക്കുന്നു. ആ കണക്കുകൾ നമ്മെ ഭീതിയിലാഴ്ത്തും. ഈ പ്രദേശത്തെ ഏകദേശം 4500-ലധികം ആളുകൾ നിലവിൽ ഡയാലിസിസിനെ ആശ്രയിച്ചാണ് ജീവൻ നിലനിർത്തുന്നത്. കഴിഞ്ഞ 2 പതിറ്റാണ്ടിനിടെ 10,000-ലധികം ജീവനുകളാണ് ഈ നിശബ്ദ രോഗം ഇവിടെ നിന്ന് കവർന്നെടുത്തത്. ഓരോ ഗ്രാമത്തിലും വിധവകളുടെ എണ്ണം കൂടുന്നു. അനാഥരാക്കപ്പെടുന്ന കുട്ടികളുടെ എണ്ണം പെരുകുന്നു. ഇവിടെ എങ്ങനെയിരിക്കുന്നു എന്ന ചോദ്യത്തിന് സുഖം എന്ന മറുപടി പറയുന്നവർ വളരെ കുറവാണ്. ഇവിടുത്തെ ജനങ്ങളുടെ പ്രധാന തൊഴിൽ കൃഷിയാണ്. തെങ്ങും കശുവണ്ടി കൃഷിയും ചെയ്ത് ജീവിക്കുന്ന പാവം മനുഷ്യർ. പക്ഷേ അധ്വാനിച്ചുണ്ടാക്കുന്ന പണത്തിന്റെ സിംഹഭാഗവും അവർ ആശുപത്രികളിൽ ചിലവഴിക്കുന്നു. ആഴ്ചയിൽ 2 ഡയാലിസിസ്, മരുന്നുകൾ, ആശുപത്രിയിലേക്കുള്ള യാത്രകൾ. ഒരു സാധാരണ കുടുംബത്തിന് താങ്ങാവുന്നതിലും അപ്പുറമാണ് ഈ ചിലവുകൾ. പലരും വീടും പറമ്പും വിറ്റ് ചികിത്സ നടത്തുന്നു. ഒടുവിൽ ഒന്നും ബാക്കിയാവാതെ രോഗത്തിന് കീഴടങ്ങുന്നു. എന്റെ അച്ഛന് ഈ രോഗം വന്നു മരിച്ചു, ഇപ്പോൾ എനിക്കും എന്ന് നിസ്സഹായതയോടെ പറയുന്ന യുവാക്കൾ ഇവിടെ പതിവ് കാഴ്ചയാണ്. മരണം ഇവിടുത്തെ ഓരോ കുടുംബത്തെയും വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് ഇതിന് കാരണം? വർഷങ്ങളായി ശാസ്ത്രലോകം ഈ ചോദ്യത്തിന് മുന്നിൽ പകച്ചു നിൽക്കുകയാണ്. സാധാരണ വൃക്കരോഗങ്ങൾക്ക് കാരണമാകാറുള്ള പ്രമേഹമോ രക്തസമ്മർദ്ദമോ അല്ല ഇവിടുത്തെ വില്ലൻ. ഇനി ഇവർ കുടിക്കുന്ന വെള്ളത്തിലാണോ വിഷം, അതോ ഇവർ ശ്വസിക്കുന്ന വായുവിലോ? കശുവണ്ടി തോട്ടങ്ങളിൽ അമിതമായി ഉപയോഗിക്കുന്ന കീടനാശിനികളാണോ, അതോ ഭൂഗർഭജലത്തിലെ സിലിക്കയുടെ അംശമോ? ഇതുവരെ ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യമാണിത്. ഹാർവാർഡ് സർവകലാശാല മുതൽ ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് വരെ പഠനങ്ങൾ നടത്തി. പലരും പല കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി. പക്ഷേ കൃത്യമായ ഒരു ഉത്തരം ഇന്നും അവ്യക്തമാണ്. കാരണം എന്തെന്നറിയാതെ ഇന്നും ഇവർ മരിച്ചു വീഴുന്നു. അതാണ് ഈ ഗ്രാമത്തിന്റെ ഏറ്റവും വലിയ ദുരന്തം. എങ്കിലും ഇരുട്ടിന്റെ അങ്ങേ അറ്റത്ത് ചെറിയൊരു വെളിച്ചമുണ്ട്. ശുദ്ധജല വിതരണത്തിനായുള്ള പുതിയ പദ്ധതികളും കൂടുതൽ ഡയാലിസിസ് സെന്ററുകളും ഗവേഷണ കേന്ദ്രങ്ങളും ഇപ്പോൾ ഇവിടെ ഉയരുന്നുണ്ട്. സർക്കാർ സംവിധാനങ്ങളും സന്നദ്ധ സംഘടനകളും ഈ ഗ്രാമത്തെ ചേർത്ത് പിടിക്കാൻ തുടങ്ങിയിരിക്കുന്നു. പക്ഷേ അത് മാത്രം മതിയാവില്ലല്ലോ. ലോകത്തിന്റെ യഥാർത്ഥ കാരണം കണ്ടുപിടിക്കണം. ഉദ്ദാനം ഒരു ഓർമ്മപ്പെടുത്തലാണ്. പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള താളം തെറ്റുമ്പോൾ സംഭവിക്കുന്ന ദുരന്തത്തിന്റെ നേർചിത്രം. ഈ ഗ്രാമം കാത്തിരിക്കുകയാണ്, ഭയമില്ലാതെ വെള്ളം കുടിക്കാൻ, വേദനയില്ലാതെ ജീവിക്കാൻ, ആശുപത്രി ഗന്ധമില്ലാത്ത ഒരു നല്ല നാളേക്കായി. നമുക്കും പ്രത്യാശിക്കാം, ഈ കണ്ണീർ പാടങ്ങളിൽ വീണ്ടും സന്തോഷത്തിന്റെ വിത്തുകൾ മുളയ്ക്കുമെന്ന്.